അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ഇന്നലെ തന്നെ കണ്ടു. വൈകാരികമായിരുന്നു ആ പോസ്റ്റ് അല്ലേ? വൈകാരികമായിരുന്നു. നമുക്കൊക്കെ ഫീൽ ചെയ്യാമായിരുന്നു. മാഷിനെ അറിയുന്നവർക്ക്, മാഷിനെ മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഓരോ നിമിഷവും നമുക്കതിൻ്റെ ഓരോ സ്പന്ദനവും മനസ്സിലാവുന്നതായിരുന്നു. ഇന്നലത്തെ NDA യോഗത്തിലെ അനുഭവം, കാര്യം മോദിജി അങ്ങ് അത് വിശദമായി എഴുതിയിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ TV-യിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയുള്ള അഭിനന്ദനം, അനുമോദനം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എങ്കിൽ പോലും അല്ലേ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അല്ലേ, മാഷിൽ നിന്ന് അതൊന്ന് കേൾക്കണം. ആ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു ഇന്നലത്തെ ആ ഒരു എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി മാഷെ? അതെ, എനിക്കത് പറയുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് CPIM-ൽ നിന്ന് ഏറെ ദുരിതങ്ങൾ പേറേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ കാലങ്ങളിലൊക്കെ പാർട്ടിയുടെ സംഘത്തിൻ്റെയൊക്കെ ദേശീയ നേതൃത്വം തണലൊരുക്കിയിട്ടുണ്ട്. അതേത് തരത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരനുഭവമാണ്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം, അത് പാർലമെൻറ്റ് അനക്സിലുള്ള ബാലയോഗി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ഞാൻ അവിടേക്ക് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ കൂടിയിട്ടുള്ള ധാരാളം MP-മാർ, പാർട്ടിയുടെ മാത്രമല്ല ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികളുടെ MP-മാർ, രാജ്യസഭാ MP-മാരും ലോക്സഭയിലുള്ള ആളുകളുമൊക്കെ തലേ ദിവസം നടന്ന രാജ്യസഭയിൽ നടന്ന പ്രസംഗത്തെക്കുറിച്ചൊക്കെ എന്നോട് നേരിട്ട് എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഹാളിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഏറ്റവും പുറകിലാണ് ഇരുന്നത്. കാരണം നടന്ന് മുന്നിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് ഞാൻ ഇരുന്നത്. ബാക്കി എല്ലാവരും മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യോഗം തുടങ്ങാൻ നിശ്ചയിച്ച സമയമായപ്പോഴേക്കും ആദരണീയനായ പ്രധാനമന്ത്രി, ഞാൻ ഇരുന്ന പിൻഭാഗത്തൂടെയാണ് ഹാളിലേക്ക് പ്രവേശന കവാടം അവിടെയാണ്. അദ്ദേഹം കടന്നു വരുന്ന വഴിക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞാനും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വളരെ വല്ലാത്തൊരു മുഖഭാവത്തോടുകൂടി അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന്, ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചുമലിൽ പിടിച്ച് കൈകൾ രണ്ടും ചേർത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹം അതുതന്നെയാണ്, അതിഗംഭീരമായിരുന്നു, ഞാൻ കണ്ടു, ആദ്യത്തെ പ്രസംഗമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം എൻ്റെ അടുത്ത് ചെലവഴിച്ച് പിന്നെയാണ് അദ്ദേഹം മുന്നിലേക്ക് നടന്ന് വേദിയിലേക്ക് എത്തിയത്. വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്തും ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് നേരമാണ് മോദിജി സംസാരിച്ചത്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അമേരിക്ക തീരുവ കുറച്ച്, അതൊക്കെ മറ്റ് വിഷയങ്ങളാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും നമ്മുടെ ബജറ്റിനെക്കുറിച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി നാം എല്ലാവരും ഈ ബജറ്റിൻ്റെ നന്മ നിറഞ്ഞ വശം ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ മോഹമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു കർത്തവ്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് NDA ഗവൺമെൻറ്റിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എപ്പോഴും അദ്ദേഹം ഉദ്ധരിക്കുന്ന വികസിത ഭാരതം, ഈ പറഞ്ഞതുപോലെ എല്ലാവരോടുമൊപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നൊക്കെയുള്ള ആശയങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നാം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന നിലയിലേക്ക് അദ്ദേഹം കടന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ വിഷയത്തിലേക്ക് എത്തി. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു ആ സന്ദർഭത്തിൽ. അപ്പോൾ എനിക്കുറപ്പുണ്ടായിരുന്നു മോദിജി നിരന്തരമായി, മോദിജിയും അമിത്ഷാജിയെ പോലുള്ള ആളുകൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമിത്ഷാജി X-ൽ കുറിച്ചു എന്നൊക്കെ, ഇവരൊക്കെ ഹൃദയത്തിൽ പേറുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന കൂട്ടരാണ് കേരളത്തിലെ കാര്യകർത്താക്കൾ എന്ന ബോധം വല്ലാത്തൊരു വികാരമാണ് ഉണർത്തിയത്. മോദിജി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചു, കേരളത്തിലെ കാര്യകർത്താക്കളെക്കുറിച്ച് പരാമർശിച്ചു. പിന്നെ അദ്ദേഹം ഇന്നലെ തലേ ദിവസം രാജ്യസഭയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചു. അത് കുറേ അധികം നേരം തന്നെ അദ്ദേഹം അത് ഒരു വിശദീകരണം പോലെ തന്നെ എല്ലാ അംഗങ്ങളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഒരു കാര്യം നിർദ്ദേശിച്ചത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർജി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, പുറകിലിരിക്കുന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിങ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് മോദിജി ആവശ്യപ്പെടുകയാണ്. ഞാൻ സത്യത്തിൽ വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു.
നമ്മുടെ നാടിൻ്റെ ലോകാരാധ്യനായ പ്രധാനമന്ത്രി കേവലം ഒരു കാര്യകർത്താവിനെ എല്ലാവരോടും ഒരു സ്റ്റാൻഡിങ് സല്യൂട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അഭിവാദ്യം അദ്ദേഹത്തിന് നൽകൂ എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെയാണ് അല്ലെങ്കിൽ ഹൃദയപൂർവ്വമാണ് ഈ പ്രവർത്തനങ്ങളെ കാണുന്നത്. പ്രവർത്തകർ നടത്തുന്ന ത്യാഗപൂർണമായ പ്രവർത്തനത്തെ പൊതുവെ നമ്മൾ എന്താണ് വിചാരിക്കുക, സാധാരണ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളൊക്കെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ സംഘപ്രസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, വിഷമം സഹിച്ച് പ്രവർത്തിക്കുന്ന, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഏറ്റവും ആരാധ്യരായ വരിഷ്ഠരായ മുതിർന്ന കാര്യകർത്താക്കൾ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്നുറങ്ങിയ കഥകൾ, പാർട്ടി ഓഫീസുകളിലെ കാലുകൾ ഇളകിയാടുന്ന ബെഞ്ചിൽ കിടന്നുറങ്ങിയ അവസ്ഥ, നമ്മുടെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിനിടയിൽ അവർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, സാമ്പത്തികമായും ശാരീരികമായും അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങൾ, കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എത്ര ശ്രദ്ധയോടെയാണ് കാണുന്നത് എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ആദരണീയനായ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. ഏതായാലും എല്ലാ പ്രവർത്തകരും, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എല്ലാ 400ഓളം വരുന്ന MP-മാർ, ഞാനത് ഫേസ്ബുക്കിൽ കുറിച്ചു. അത് കേവലം 400 വ്യക്തികൾ എന്നുള്ളതല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും മുഴുവൻ വിഭാഗങ്ങളിലെയും ജനസമൂഹം ഒന്നടങ്കം ഈ പ്രവർത്തകരെ കൂടെയുണ്ട്, അവർക്ക് തണലൊരുക്കാനുണ്ട് എന്നൊരു സന്ദേശമാണ് ആ സന്ദർഭത്തിലുണ്ടായത്. അത് ആ നിലക്ക് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ മുഴുവൻ രാഷ്ട്രവും മുഴുവൻ സമൂഹവും പ്രവർത്തിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന കാര്യകർത്താക്കളോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞ, വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് വികാരമുണർത്തി എന്നുള്ളത് സത്യമാണ്. വല്ലാത്തൊരു വികാരം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരമുണർത്തി. അതെൻ്റെ പ്രവർത്തകരുമായി പങ്കുവയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രം അറിയേണ്ടതോ അനുഭവിക്കേണ്ടതോ അല്ല. എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഭാരതമെമ്പാടുമുള്ള, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ, പശ്ചിമ ബംഗാളിൽ നമ്മൾ അനുഭവിച്ചത്, ത്രിപുരയിൽ അനുഭവിച്ചത്, ജമ്മു കാശ്മീരിൽ അനുഭവിച്ചത്, മറ്റിടങ്ങളിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, ഭീകരവാദ ശക്തികളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പരിപോഷണത്തിനും വേണ്ടിയാണ് എന്ന ഒരു സന്ദേശമാണ് മോദിജിയുടെ ആ പ്രവൃത്തിയിലൂടെ കാണാൻ സാധിച്ചത്.